ഹായ് മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് GK ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ GK ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ചാനലിലൂടെ നൽകിയിട്ടുണ്ട്. മക്കൾ അതൊക്കെ പോയി കാണുക, നന്നായിട്ട് പഠിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2026 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചതാർക്ക്? ആൻസർ EP രാജഗോപാലൻ മാഷിന്. 2026 ഓടക്കുഴൽ അവാർഡ് ലഭിച്ച കൃതി ഏത്? ആൻസർ ഉൾക്കഥ. 3. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത്. 53ാമത് ചീഫ് ജസ്റ്റിസ് ആണ് അദ്ദേഹം. ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ആൻസർ സൗമൻ സെൻ. ഇപ്പോഴത്തെ കേരള ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 2025 എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചതാർക്ക്? ആൻസർ ഡോക്ടർ KG ശങ്കരപ്പിള്ള. 7. 2025 വയലാർ അവാർഡ് ലഭിച്ചതാർക്ക്? ഏതു കൃതിക്കാണ് ലഭിച്ചത്? ആൻസർ E സന്തോഷ് കുമാർ. കൃതി തപോമയുടെ അച്ഛൻ. 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചതാർക്ക്? ഡോക്ടർ MR രാഘവ വാര്യർ. കേരള ജ്യോതി പുരസ്കാരം ആദ്യം ലഭിച്ചതാർക്ക്? MT വാസുദേവൻ നായർക്ക്. 2022 ഇത് ആദ്യമായി കൊടുത്തു തുടങ്ങിയത്. 2026 പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ ആരെല്ലാം? മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ. 2025 കേരള ഗൗരി അമ്മ പുരസ്കാരം ലഭിച്ചതാർക്ക്? ആൻസർ അരുണ റോയ്. 12. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയതാര്? ആൻസർ മമ്മൂട്ടി. ഏറ്റവും കൂടുതൽ തവണ മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത് മമ്മൂട്ടിക്കാണ്. 7 തവണയാണ് ലഭിച്ചിട്ടുള്ളത്. മോഹൻലാലിന് 6 തവണ. 3. MT വാസുദേവൻ നായരുടെ മ്യൂസിയം വരുന്നത് ഏത് ജില്ലയിലാണ്? ആൻസർ മലപ്പുറം ജില്ലയിൽ. മലപ്പുറം ജില്ലയിലെ തിരൂര് തുഞ്ചൻ പറമ്പിലാണ്. 4. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മാരകത്തിൻ്റെ പേരെന്ത്? ആൻസർ ആകാശം മിഠായി. 15. ബഹിരാകാശത്ത് ഏറ്റവും അധികം ചെലവഴിച്ച രണ്ടാമത്തെ വനിതയാര്? ആൻസർ സുനിത വില്യംസ്. 608 ദിവസമാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ചത്. ഏറ്റവും കൂടുതൽ സമയം സ്പേസ് വാക്ക് നടത്തിയ വനിതയാര്? സുനിത വില്യംസ്. 9 തവണകളിലായി 62 മണിക്കൂറും 6 മിനിറ്റുമാണ് സുനിത വില്യംസ് സ്പേസ് വാക്ക് നടത്തിയത്. 17. സുനിത വില്യംസ് ജനിച്ചതെവിടെ? US ഒഹായോയിലാണ് സുനിത വില്യംസിൻ്റെ ജനനം. ഡേറ്റ് 1965 സെപ്റ്റംബർ 19. ബഹിരാകാശത്ത് മാരത്തൺ ഓടിയ ആദ്യ വ്യക്തി എന്ന നേട്ടവും സുനിത വില്യംസ് സ്വന്തമാക്കിയിട്ടുണ്ട്. 18. ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പാക്കിയ ആദ്യ സംസ്ഥാനം ഏത്? ആൻസർ കേരളം. 19. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനക്കുള്ള 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചതാർക്ക്? ആൻസർ ശാരദ. സിനിമാ നടി ശാരദക്കാണ് ലഭിച്ചിട്ടുള്ളത്. 2024 അവാർഡ് 2025 നൽകിയിട്ടുള്ളത്. മക്കൾക്ക് സംശയം ഉണ്ടാവും, ആരാണ് JC ഡാനിയൽ? മലയാള സിനിമയുടെ പിതാവാണ് JC ഡാനിയൽ. മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് സമഗ്ര സംഭാവനകൾ നൽകിയ വ്യക്തികൾക്കായി നൽകുന്ന പുരസ്കാരമാണ് JC ഡാനിയൽ പുരസ്കാരം. നൽകിയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് പുറമെ അഡീഷണൽ ക്വസ്റ്റ്യൻസ് പറയുന്നതൊക്കെ മക്കൾ എഴുതിയെടുക്കണം കേട്ടോ. ഇതെന്തിനാ പറയുന്നത് മക്കൾക്കറിയാലോ അല്ലേ? നമ്മുടെ എക്സാമിൻ്റെ ഘടന മാറിയിട്ടുണ്ട്. 4 ഓപ്ഷൻ തരും, അതിൽ 1, 2 ശരിയാണ്, 3, 4 ശരിയാണ്, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അഡീഷണൽ ക്വസ്റ്റ്യൻസൊക്കെ മക്കൾ ഓർത്ത് വെക്കണേ. ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ചാനലിലൂടെ നൽകിയിട്ടുണ്ട്. മക്കൾ അതൊക്കെ പോയി കാണണം, നന്നായിട്ട് പഠിക്കണം കേട്ടോ. പേപ്പർ 1, പേപ്പർ 2 എന്നിങ്ങനെയാണ് എക്സാം. രാവിലെ പേപ്പർ 1 ആണ്, 50 മാർക്കായിരിക്കും. ഉച്ചയ്ക്ക് ശേഷം പേപ്പർ 2, അതിന് 30 മാർക്ക്. ടോട്ടൽ 80 മാർക്കാണ് കേട്ടോ. 20. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത പേ വിഷബാധ വിരുദ്ധ വാക്സിൻ ഏത്? ആൻസർ അബൈറാബ്. വിഷബാധക്കെതിരെ ആദ്യ വാക്സിൻ കണ്ടെത്തിയത് ലൂയി പാസ്ചറാണ്. ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ലൂയി പാസ്ചർ. 1885 ജൂലൈ 6. 21. 2026 ഏതെല്ലാം വർഷങ്ങളായാണ് ആചരിക്കുന്നത്? അന്താരാഷ്ട്ര വനിതാ കർഷക വർഷം, സുസ്ഥിര വികസന സന്നദ്ധ സേവകരുടെ അന്താരാഷ്ട്ര വർഷം, മേച്ചിൽപ്പുറങ്ങളുടെയും ഇടയന്മാരുടെയും അന്താരാഷ്ട്ര വർഷം. 22. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളി ആര്? ആൻസർ
ഒളിമ്പ്യൻ മാനുവൽ ഫെഡറിക്. ഏത് വർഷമാണ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയത്? 1972. 1972 മ്യൂണിസ് ഒളിമ്പിക്സിൽ ഹോളണ്ടിനെ തോൽപ്പിച്ച് വെങ്കല മെഡൽ നേടി. അദ്ദേഹം ഹോക്കി താരമാണ്. 2025 ഒക്ടോബർ 31 അദ്ദേഹം അന്തരിച്ചു. 23. അടുത്തിടെ പരിസ്ഥിതി ലോല പ്രദേശമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പാർവതി ആർഗ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ആൻസർ ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ പുതിയ ജില്ലയുടെ പേരെന്ത്? ആൻസർ കല്യാൺ സിംഗ് നഗർ. ഏറ്റവും കൂടുതൽ ജില്ലകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിൽ 75 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. കല്യാൺ സിംഗ് നഗർ 76ാമത്തെ ജില്ലയാണ്. കുറവ് ജില്ലകളുള്ള സംസ്ഥാനം സിക്കിമാണ്. 25. ഹരിയാനയുടെ പുതിയ ജില്ല ഏത്? ഹൻസി 23ാമത്തെ ജില്ലയാണ്. ഹിസാർ ജില്ല വിഭജിച്ചാണ് ഹൻസി ജില്ല രൂപീകരിച്ചത്. 26. മനുഷ്യരിൽ ആദ്യമായി H5N5 പനി സ്ഥിരീകരിച്ച രാജ്യം? അമേരിക്കയിലെ വാഷിങ്ടൺ. H5N5 എന്നത് പക്ഷിപ്പനിയുടെ പുതിയ വകഭേദമാണ്. H5N1 ആയിരുന്നു. ഇപ്പോൾ പുതുതായിട്ട് H5N5 കണ്ടെത്തിയിട്ടുണ്ട്. 27. ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം ഏത്? ആൻസർ കേരളം. 2025 കേരള സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് വേദിയായ ജില്ല ഏത്? ആൻസർ മലപ്പുറം. മലപ്പുറം ജില്ലയിലെ തിരൂരിൽ വെച്ചാണ് കേരള സ്പെഷ്യൽ സ്കൂൾ കലോത്സവം നടന്നത്. 28. 100% അർബുദ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഏത്? ആൻസർ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ. 29. 2025 കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ചാമ്പ്യന്മാരായ ജില്ല ഏത്? ആൻസർ മലപ്പുറം ജില്ല. 30. കേരള സ്കൂൾ ശാസ്ത്രോത്സവം നടന്ന ജില്ല ഏത്? ആൻസർ പാലക്കാട് ജില്ല. 31. 2026 സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി എവിടെയായിരുന്നു? അല്ലെങ്കിൽ ആതിഥേയത്വം വഹിച്ച ജില്ല ഏത്? അങ്ങനെയും ചോദിക്കാം കേട്ടോ. ആൻസർ തൃശ്ശൂർ. 2026 സ്കൂൾ കലോത്സവത്തിൽ വിജയിച്ച ജില്ല അല്ലെങ്കിൽ കിരീടം ചൂടിയ ജില്ല കണ്ണൂരാണ്. 2026 നടന്നത് 64ാമത് സ്കൂൾ കലോത്സവമാണ്. 1ാം സ്ഥാനം കണ്ണൂരിനാണ്. 2 തൃശ്ശൂർ. 3. 2025 സ്കൂൾ കായികമേളയിൽ ജേതാക്കളായ ജില്ല ഏത്? ആൻസർ തിരുവനന്തപുരം. ഓവറോൾ ചാമ്പ്യന്മാരായി മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പ് ലഭിച്ചത് തിരുവനന്തപുരത്തിനാണ്. എന്നാൽ അത്ലറ്റിക്സിൽ മാത്രം മലപ്പുറം ജില്ലയിലെ ഐഡിയൽ കടക്കശ്ശേരി സ്കൂളാണ് ഒന്നാമതെത്തിയത്. 2025 സ്കൂൾ കായികമേള നടന്നത് എവിടെ വെച്ച്? അതായത് ആതിഥേയ ജില്ല ഏത്? ആൻസർ തിരുവനന്തപുരം. 2025 സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം ഏത്? ആൻസർ തങ്കു എന്ന മുയൽ. 36. ശ്രീനാരായണ ഗുരു രചിച്ച ഏത് കൃതിയാണ് 14 ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്ത് ഓക്സ്ഫോർഡ് സർവകലാശാലയ്ക്ക് സമർപ്പിച്ചത്? ആൻസർ ദൈവദശകം. ശ്രീനാരായണ ഗുരു ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട GK ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകൾ പിന്നീട് നൽകാം. 37. 71ാമത് നെഹ്റു ട്രോഫി വള്ളം കളിയുടെ ഭാഗ്യചിഹ്നത്തിൻ്റെ പേരെന്ത്? കാത്തു എന്ന കളിവള്ളം തുഴയുന്ന കാക്കത്തമ്പുരാട്ടി. 38. 2025 നെഹ്റു ട്രോഫി വള്ളം കളിയിൽ ജേതാവായ ചുണ്ടൻ വള്ളം ഏത്? ആൻസർ വീയപുരം ചുണ്ടൻ. കായലിൽ വെച്ചിട്ടാണ് നെഹ്റു ട്രോഫി വള്ളം കളി നടക്കുന്നത്. പുന്നമടക്കായൽ. 39. 2028 ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം ഏത്? ആൻസർ ലോസ് ഏഞ്ചൽസ്. 4 വർഷം കൂടുമ്പോഴാണ് ഒളിമ്പിക്സ് നടക്കാറുള്ളത്. കഴിഞ്ഞ വർഷം അതായത് 2024 നടന്നത് പാരീസിലാണ്. 40. 2028 ഒളിമ്പിക്സിൽ ഇടം നേടിയ പുതിയ കായിക ഇനം ഏത്? ക്രിക്കറ്റ്. 41. പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയ ആദ്യ മലയാളി വനിതയാര്? കേതിൽന. അവർ കോഴിക്കോട് സ്വദേശിയാണ്. 2. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിതയാര്? ആൻസർ സഫ്രീന ലത്തീഫ്. ഇവർ കണ്ണൂർ സ്വദേശിയാണ്. 43. 2025 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലം ഏതാണ്? ആൻസർ ചെനാബ് റെയിൽവേ പാലം. 4. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിച്ച ഇൻ്റർനെറ്റ് റേഡിയോ പരിപാടിയുടെ പേരെന്ത്? ആൻസർ റേഡിയോ നെല്ലിക്ക. 45.
2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ സാഹിത്യ പുരസ്കാരം നേടിയ വ്യക്തി ആര്? അഖിൽ പി ധർമ്മജൻ. 46. 2025 അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ആര്? VS അച്യുതാനന്ദൻ. 47. സമരം തന്നെ ജീവിതം എന്നത് ആരുടെ ആത്മകഥയാണ്? VS അച്യുതാനന്ദൻ്റെ. 48. 2026 പത്മവിഭൂഷൺ ലഭിച്ച മുൻ മുഖ്യമന്ത്രി ആര്? ആൻസർ VS അച്യുതാനന്ദൻ. 49. 2026 സ്കൂൾ ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ്? ആൻസർ കണ്ണൂർ. 2025 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ ആരായിരുന്നു? ആൻസർ സഞ്ജു സാംസൺ. 51. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ അംഗമായ ആദ്യ മലയാളി വനിത? മിന്നുമണി. കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതത്തെയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിച്ചത്? ആൻസർ ആറളം വന്യജീവി സങ്കേതം. 53. മുണ്ടക്കൽ ചൂരൽമല പ്രദേശങ്ങൾ ഏത് ജില്ലയിലാണ്? ആൻസർ വയനാട്. 54. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏത്? ആൻസർ നെയ്യാറ്റിൻകര. 55 നമ്മൾ പറഞ്ഞതാണ്. 56. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാൻ കേരള ഗവൺമെൻറ് രൂപീകരിക്കുന്ന പദ്ധതി ഏത്? അമൃതം ആരോഗ്യം. 57. കുടുംബശ്രീ ആരംഭിച്ച ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ പേരെന്ത്? ആൻസർ തെളിമ. 58. ഓൺലൈൻ കളികൾക്ക് അടിമപ്പെട്ട കുട്ടികളെ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ബോധവൽക്കരണ പദ്ധതി ഏത്? ആൻസർ സജ്ജം. മക്കളെ, ഇതിൻ്റെ ബാക്കി ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നൽകാം കേട്ടോ. തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മക്കളുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, എൻ്റെ മക്കളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.